ഹലോ, എന്താണ് ഞങ്ങളുടെ എന്തുകൊണ്ട് വിശേഷം? പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ആരുടെ വീട്ടിലാണ്? ഞങ്ങൾ ദുബായിലെത്തി. കറങ്ങി ദുബായിലെത്തി. ഗ്രേസിൻ്റെയും ഡാനിയുടെയും എരിക്കയുടെയും വീട്ടിലാണ് ഞങ്ങൾ. ഗ്രേസ് അവിടെ അതോ ഷൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരാൾ. ഇന്നെവിടെ പോകുന്നത്? ഇന്ന് ദുബായ് ക്രീക്കിലെ പോകണം. ഞങ്ങളിന്ന് ക്രീക്ക് പാർക്കിലാണ്. അവിടെ ചെന്നുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് അവിടെ കുട്ടിമാക്കൾ ഇരിക്കുന്നു. ഗ്രേസ് ഞങ്ങളങ്ങനെ ദുബായ് ക്രീക്കിലോട്ട് പോകാൻ ടാക്സി വന്നു. ടാക്സി പോകണേ. ചാനലിൻ്റെ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുബായ് ക്രീക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകാം. കാറിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമുക്ക് ശരിക്കും റൂട്ട് അറിയില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയാൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം അവിടെ പലയിടത്തും റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ പോയപ്പോഴും ടാക്സി ഡ്രൈവർ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയെങ്കിലും അയാൾക്ക് എക്സാക്ട് ലൊക്കേഷന് അറിയില്ലായിരുന്നു, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കറങ്ങി പലരോട് ചോദിച്ചിട്ടാണ് എക്സാക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചത്. ക്രീക്ക് അവന്യൂ ദുബായ്. ഞങ്ങളങ്ങനെ ദുബായ് ക്രീക്കിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ച് ദൂരമേ ഉള്ളെന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്ത റീക്ലെയിം ചെയ്ത സ്ഥലമാണ്. അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ റോഡൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾ ഓൾറെഡി ഈ ക്രീക്ക് ഹാർബറിൽ എത്തിക്കഴിഞ്ഞെങ്കിലും ഇവിടെ എവിടെയാണ് ഗെറ്റ് ഡൗൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കാരണം ഈ റോഡിൻ്റെ സൈഡിലെല്ലാം ഹോട്ടൽസും ബിൽഡിങ്ങുകളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അത് ശരിക്കും അറിയത്തില്ലെങ്കിൽ നമ്മളിതിന് വട്ടം കറങ്ങും. ടാക്സി ഡ്രൈവറിനും കൃത്യമായിട്ട് എവിടെയാണ് ലൊക്കേഷൻ എന്നറിയില്ലായിരുന്നു. पार्क जैसा है ना, उधर ही जा रहे हैं ना हम। इधर ये एरिया में पार्क है। पार्क जैसा ये देखने के लिए और घूमने के लिए कुछ साइड है ना, उधर जाना है। ഡാഡി, ബട്ടർഫ്ലൈ ഗ്രേസ്. ഗ്രേസ് കണ്ടോ ബട്ടർഫ്ലൈനെ? ഞങ്ങളല്പം നേരത്തെ വന്നതുകൊണ്ടായിരിക്കാം തോന്നുന്നു ഇന്ന് അധികം തിരക്കൊന്നും കാണുന്നില്ല. ചിലപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവുമായിരിക്കും.
അവിടുന്ന് പിന്നെ അവിടുത്തെ ഇങ്ങോട്ടുള്ള ടൈം അനുസരിച്ച് കയറേണ്ടി വരും വേറെ റിട്ടേൺ ഇങ്ങോട്ട് 25 minutes വൺ വേ എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഷാർജയിലോട്ട് പോയിട്ട് വരും. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ടൊക്കെ പോവുകയാണ്. ഫോട്ടോ എടുക്കും. അവിടെ എത്തിയോ? എവിടെ ഗ്രേസ് അവിടെ എത്തി. തോന്നുന്നു പറഞ്ഞേന് അങ്ങോട്ട് പോവാം. ഇവിടെ ഒത്തിരി ബോട്ട്സും യാട്ട്സും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ കയറി യാത്ര ചെയ്യാം. അവർ എക്സ്ട്രാ ചാർജ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ബോട്ടിൽ കയറാൻ വേണ്ടി ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ബോട്ടിൽ നിന്ന് കയറിയില്ല. ഞങ്ങൾ ഇതുവഴി കുറേ നേരം നടക്കാമെന്ന് വിചാരിച്ചു. ക്ലൈംബിങ് ഗ്രേസിന് പിന്നെ കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് കയറി ഇറങ്ങിയൊന്നുമില്ല. ഗ്രേസ് വലുതായോ? അവിടെ കാണുന്നതാണോ ജെല്ലി ഫിഷ്? ആ ജെല്ലി ഫിഷ്. ഈവനിങ്ങിലാണ് നമുക്കിവിടെ സൂര്യൻ നിന്ന് അസ്തമിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചൂടും കുറവുണ്ടാവും. നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാനും നമുക്ക് സ്ഥലം ഇപ്പം ക്ലിയർ ആയിട്ട് കാണാം. See the jellyfish. Yeah, but I see one, two upside down. No one. What's that big? This is so big, no? Yeah. It's like a moon. Why you don't have like this? I don't know why. Maybe because this looks like that. No. ഗ്രേസ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവൾ ഇതിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങി ഒക്കെ ഓടി നടക്കുന്നുണ്ട്. അവൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. What is this name? Barley. Barley. അവിടെ ഡോറിൽ പോയി ലോക്ക് ചെയ്തോ. ആ ഡോറിൽ പോയി ലോക്ക് ചെയ്തോ. I want to talk. Grace, go look his file there. Go look his file there. Hello, welcome. मैं थोड़ा आगे जा रही हूँ. അടുത്ത അങ്ങോട്ട് പിന്നെ വരയ്ക്കുക.